അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരാളെ കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ എന്തിനായിട്ടും കൂടുതൽ ഞാൻ പി സി കാസർഗോഡ് വന്നുള്ളത്. ഭക്ഷണമൊക്കെ സെറ്റായി കൊണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് പരിപാടി നമ്മളെ സാറല്ലേ? ഇപ്പൊ ഫുള്ള് ഹാപ്പിയാണ്. നമ്മളെ വന്ന പോകുന്ന പാചകത്തിന് മുന്നിൽ എന്താളാ പറയിപ്പിച്ചില്ലല്ലോ. സെക്കൻഡ് ഹോമാണ്. അതെ, നമുക്കൊരു പണി എന്നുള്ളൊരു മൈൻഡ് അല്ല, ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് നമ്മള് വരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയെ നമ്മളെ സ്റ്റാഫുകളെയും കൊണ്ട് കണ്ട് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അവരെയും കൊണ്ട് ഒരു ടൂറല്ല, ചെറിയൊരു ഹോം സ്റ്റേക്ക് പോവാണ്. നമ്മൾ കക്കാടംപൊയിൽ നമ്മളൊരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ ചെക്കന്മാരെയും കൊണ്ട് അവിടെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു വ്ളോഗാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളെ ഷോറൂമിനെ പറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മളെ യാത്രകളും അവരുടെ വിശേഷങ്ങളും നമ്മളെ PC കാർ സ്പോട്ടിൽ അവർ വന്നിട്ടില്ല അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും കംപ്ലീറ്റ് ഈ വീഡിയോയിൽ ഒന്ന് പങ്കുവെക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുന്നത്. നമ്മൾ ഹോം സ്റ്റേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ മുതിറായിട്ട് നമ്മളിപ്പോൾ കൂടിയുള്ളത് നമ്മളെ ഉപ്പ തന്നെയാണ്. ഉപ്പിയും ചെക്കന്മാരൊക്കെ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, വലൈക്കുമുസ്സലാം. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് റിസോർട്ടിലെത്തി. ചെക്കന്മാരൊക്കെ ഫുള്ള് വൈബില് വന്നപ്പോൾ തന്നെ എല്ലാവരും പൂളിക്കിറങ്ങി കേട്ടോ. പൂളിക്കിറങ്ങി ഇപ്പോൾ ടൈം ഒരു 9 മണിയായിട്ടുണ്ട്. ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാരെ എല്ലാവരും ഉണ്ട്. ചെക്കന്മാരൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളെ ഇസാപ്പുണ്ട്, ഉപ്പുണ്ട്, നമ്മളെ പെങ്ങളെ മക്കളുണ്ട്. സിനാസേ വാ. സിനാസൊക്കെ ഫുള്ള് സെറ്റപ്പ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി? അടിപൊളിയായി. ഇടയ്ക്ക് ഇങ്ങനെ പോകണം. നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു 6 മാസത്തിന്റെ ഇടയ്ക്ക് ഒന്ന് നമുക്ക് പോകാൻ ശ്രമിക്കണം. നമ്മൾ 37 ആൾക്കാർ മൊത്തം ഉണ്ടോ ഒക്കെ നമുക്ക് കട്ടക്ക് നിൽക്കുന്ന ചെക്കന്മാരാണ് നമ്മൾ കംപ്ലീറ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരെ കംപ്ലീറ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ എന്തിക്കാരെ പരിചയപ്പെടുത്തല്ലേ? तुम्हारा नाम? कमल हसन. कितना ईयर इधर है PC कार? 2 years नहीं 1.5 years है. पक्का है इधर है? पक्का इधर है. अच्छा है. टाइम इधर. ഓക്കെ ലൈഫ് ടൈം നമ്മളെ കൂടെ ഉണ്ടാവുന്ന പറയുന്നത്. അത്രയും സപ്പോർട്ടാണ്. ഇതിന്റെ അടിയിൽ 2-3 പ്രാവശ്യം ഒരുപാട് ആൾക്കാർ അവർ ക്ഷണിച്ചതാണ്. എന്നാലും PC കാർ സ്പോട്ടിന് അത്രയും അവര് ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പക്കായേ. തുമാരനോ? റിസ്വാൻ ഇതിന്റെ അടിയിൽ ഒരു 6 മാസമായിട്ടുള്ള വന്നിട്ട്. എങ്ങനെ പക്കായേ ഇത്ര? അച്ചായേ? എൻജോയ്. ഓക്കെ. ഇപ്പൊ ചെക്കന്മാരുടെ ചിക്കൻ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് കേട്ടോ ചെക്കന്മാര് കംപ്ലീറ്റ്. അപ്പൊ നമ്മളെ മണിയാ എന്ത് പറയുക, മണി നമ്മളെ പെയിന്റിങ് തുടങ്ങിയ അപ്പം മുതൽ നമ്മളപ്പോ കൂടുതലുള്ളതാണ്. മണി നമ്മളെ മെയിൻ പുട്ടി വർക്കറാണ് കേട്ടോ. മണി എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ പരിപാടി? അടിപൊളിയായി, ഉഷാറായില്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ ഇടക്കിടക്ക് നമ്മൾ പോണം. അടിപൊളിയാണ് സെറ്റ്. ശിവലേ ഉഷാറല്ലേ? ശിവലി നമ്മളെ വർഷാപ്പ് ഏരിയ കംപ്ലീറ്റ് നോക്കുന്ന ആളാണ്. മൊത്തം സെറ്റ് അല്ലേ? അടിപൊളിയാണ്. ഓക്കെ. പിന്നെ നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കൊണ്ടുവരുന്ന ആളാട്ടാ. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന എങ്ങനെയുണ്ട് നമ്മളെ പരിപാടികളൊക്കെ? അടിപൊളി സെറ്റാണ്. ഇത് നമ്മളെ പങ്ങളെ മോനാണ് സബീബ്. ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായിട്ട് വണ്ടി വരുന്ന ഒരാള് അല്ലേ? ഇന്നിപ്പോ കൊണ്ടുവരാനുണ്ട്. ഇന്ന് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയാണ്. ഈ തിങ്കളാഴ്ച പോയാൽ മതി. ഓക്കെ. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? പേര് പറഞ്ഞു കൊടുക്ക്. ഷാരോണ്. നമ്മളപ്പം നമ്മളെ വീട്ടില് നമ്മളെ യാർഡിൽ എപ്പോഴും ഉണ്ടാവുന്ന ആളാണ്. ഓക്കെ. നമുക്ക് ഇവിടെ ഇവിടെ പേര് പറഞ്ഞു കൊടുക്ക്.
ഫെബിൻ എത്രയായി നമ്മളെ കൂടെ? 2-3 മാസമായി. 2-3 മാസമായി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. അടിപൊളിയാണ്. സെറ്റാണ്. ഓക്കെ, അത് മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തർ പരിചയപ്പെടാം. ഇങ്ങോട്ട് എത്തിക്ക്. ചെറിയൊരു വ്ളോഗാണ്. പേര് പറഞ്ഞെടുത്താ? ഷാഹിൻ. നമ്മളെ കൂടെ എത്രയായി? ഞാനിപ്പോ 6 മാസമായി. എങ്ങനെയുണ്ട് ഈ 6 മാസത്തിലെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമുക്ക് ഇതേപോലെ ഇടക്കിടക്ക് 6 മാസത്തിലെങ്കിലും നമുക്ക് ഇതേപോലെ എൻജോയ് ചെയ്യണം. ഇൻഷാ അല്ലാ. ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെറ്റാണ്. അടിപൊളിയാണ്. ആസിഫ്. ഇതൊക്കെ പെയിന്റിംഗ് ആരട്ടെ നമ്മളെ? എത്ര? ഞാൻ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് നമ്മളെ 1 വർഷത്തിലെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലിയാണ്, അടിപൊളിയാണ്. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പറയട്ടോ. ഒന്നുമില്ല, അടിപൊളിയാണ്. നമുക്ക് വേണ്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ഇപ്പൊ നമ്മളെ ചങ്കാണ്. നമ്മളെ കൂടെ നമ്മളെ യാർഡില് ഫുൾ ടൈം ഉണ്ടാകുന്ന ആളാണ് അല്ലേ? 1 വർഷം ആകാനായി. എങ്ങനെയുണ്ട് നമ്മളെ 1 വർഷത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയട്ടോ. അടിപൊളി, സെറ്റല്ലേ? ഓക്കെ. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട് ഒക്കെ ഹാപ്പി ആയിട്ടാണ് പോണത് അല്ലേ? എന്തേലും ഹാപ്പി കമ്മി ഉണ്ടോ? ഹാപ്പിയാണ്. ഓക്കെ, അത് കേട്ടാൽ മതി നമുക്ക്. ഓക്കെ, സെറ്റ്. നമ്മളെ പോളിഷത്തെ നമ്മളെ പോളിഷറാണ്. പേരെന്താ? രാഹുൽ. എത്രയായി ഇപ്പൊ നമ്മളിപ്പോ? 1 കൊല്ലായി. എങ്ങനെയുണ്ട് നമ്മളെ 1 കൊല്ലത്തിന്റെ ഇടയിലുള്ള നമ്മളെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഇതേപോലെ പോയാൽ മതി. ഓക്കെ, സെറ്റ്. ഉഷാറാണ്. ഓക്കെ. ഇതൊക്കെ അവിടെ ഫുൾ സജീവാട്ടോ. ഇതൊക്കെ ഫുൾ സജീവായിട്ട് എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി? ഇന്നത്തെ പരിപാടി ഉഷാറാണ്. സെറ്റല്ലേ? ഓക്കെ. ആഗ്രഹിച്ച ഒരു പരിപാടിയായിരുന്നു. എല്ലാവരും ഒത്തുകിട്ടിയെന്ന്. നമ്മൾ 37 മെമ്പർമാരാണ് നമ്മളെ PC കാർ സ്പോർട്ടിന്റെ ആൾക്കാർ ഇവിടെ ഉള്ളത്. എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. നമ്മളെ ഉപ്പടക്കം നമ്മളിപ്പോൾ പോന്നിട്ടുണ്ട്. നമ്മളൊരു 5-6 മണിക്കൂർ എത്തിയിട്ടുണ്ടല്ലേ? 5-6 മണിക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ഭക്ഷണങ്ങളൊക്കെ ഫുള്ള് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇത് PC കാർ സ്പോർട്ടിൽ ഒരു പ്രധാന ഘടകം കേട്ടോ. നമ്മളെ വണ്ടികൾ ഫുള്ളായിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരാളാണ് ജംഷി. നമ്മളൊപ്പം കൂടിയിട്ട് ശരിക്ക് ഒരു 2.5-3 വർഷമായിട്ടുണ്ടാവും. 3 വർഷം കഴിഞ്ഞ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? അല്ല, അടിപൊളിയായിട്ട് പോണത്. ഇതേമാതിരിക്കനെ ഇനിയും മുന്നോട്ട് പോകണം. നമുക്ക് നമ്മളതായിട്ടുള്ള ഇതിൽ എന്ത് തുറന്നു പറയട്ടെ. നമുക്ക് തുറന്നു പറയുന്ന ഒരു അവസരമാണിത്. അതിനാണ് നമ്മൾ റിസോർട്ട് എടുത്ത് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും പറയണം. അടിപൊളിയായി പരിപാടി. അടിപൊളിയായിട്ട് പോകണം. അടിപൊളിയായി. നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതിന് എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതെ. നമ്മളെ വണ്ടികൾ ഏറ്റവും ഗ്ലേസിംഗ് ആയിട്ട് നമ്മൾക്ക് പക്ക ക്ലിയർ ആയിട്ട് തരുന്നതിന്റെ മുദീറാണ് ജംഷി. പെയിന്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ജംഷി ആട്ടോ. നമ്മളതിന്റെ ഇടപെടലല്ല. നമ്മൾ ആഴ്ചയിൽ 1 ദിവസം മാത്രം ജസ്റ്റ് ഒന്ന് പോകും. ശനിയാഴ്ച മാത്രം വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൊക്കെ പക്കറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ. ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾ ഇതേമാതിരി ഇനിയും പോകണം. ഇൻഷാ അല്ലാ. സെറ്റാണ്. അപ്പൊ നമുക്ക് അവിടെ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇത് നമ്മളെ അനസ് പ്രവാസിയാണ്. 1 ആഴ്ചയായിട്ടുള്ള വന്നിട്ട്. അനസ് നമ്മളെ ചങ്കായിട്ട് ഒരുപാട് കാലമായിട്ട് നമ്മളെ ചെറുപ്പം നമ്മളെ കൂടലാണ്. ഇതേപോലെ നമ്മൾ മുന്നോട്ട് പോകണം. ഇൻഷാല്ലേ? നമ്മളെ സുഫിയാൻ നമ്മളെ ചങ്കാണ്. മുത്തുമണിയാണ്. നമ്മളെ കൂടെ സപ്പോർട്ട് അന്നും ഇന്നും ഒരുപോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. മുത്തുമണി എങ്ങനെയുണ്ട് പരിപാടി? നമ്മളെ അടിപൊളിയാണ്. ചക്കന്മാരൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി അല്ല എല്ലാവരും? കുറവുകളുണ്ടോ അതില്? ഇല്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മളെ അൻവർ സാഹിബ് നമ്മളെ കച്ചവടം തുടങ്ങി അന്ന് മുതലേ നമ്മളെ കട്ട ചങ്കാണ്. ഇന്നും അന്നും ഒരുപോലെ നിൽക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ അൻവർ? എന്താ പറയല്ലേ നമ്മളെ PC കാർ സ്പോർട്ടിനെ പറ്റി, നമ്മളെ ഇന്നത്തെ പരിപാടികളെ പറ്റി? ഇന്ന് അടിപൊളിയായി. ഓന്റെ പണിക്കാരെയും കൊണ്ടുവന്നപ്പോ ഇനി ഓനെ കൂട്ടി. അതെ, തീർച്ചയായിട്ടും. ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാട്ടോ. അതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്. നമ്മളെ ആ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് ഈ പരിപാടിക്ക്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആശിമാൻ ഇത്ര നന്ദില്ല ആള് വേറല്ല. തീർച്ചയായിട്ടും. സച്ചരി അല്ല, ഞാൻ തുറന്നു പറയാം. ഓക്കെ. അപ്പം ഇത് നമ്മളെ അജ്മല് നമ്മളെ അയൽവാസിയാണ്. നമ്മളെ കട്ട ചങ്കാണ്. എന്ത് പരിപാടിക്കും നമ്മളെ കൂടെ എല്ലാത്തിനും ഒരുമിച്ച് അന്നൊന്നും ഒരുപോലെ നിൽക്കുന്നതാണ്. അജ്മൽ എന്ത് പരിപാടിയുണ്ട്? അടിപൊളി പരിപാടിയാണ്. തുടങ്ങണുള്ളൂ. നമ്മളെ അയൽവാസിയാണ്. നമ്മളെ ഒപ്പം പഠിച്ച ആളാണ്. അന്നൊന്നും കട്ടക്ക് കൂടെ ഉണ്ട്. പ്രവാസിയാണ്. ജനീഷ് എങ്ങനെയുണ്ട് നമ്മളെ പരിപാടികള്? അടിപൊളിയായി. സെറ്റാണ്. നമ്മളെ പിന്നെ ചെക്കന്മാരൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ചെക്കന്മാര്. പിന്നെ നമ്മളത് മാമി എല്ലാത്തിനും നമ്മളെ വന്ന പോകുന്ന പാചകത്തിന് മുന്നിൽ നിന്നാളാ. അതെ. ഓന്റെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കണ.
പറയിപ്പിച്ചില്ലല്ലോ സെറ്റല്ലേ ആ മതി പാളാ മതി. പിന്നെ ബിബി ചേട്ടനെ കൂടെ ഫുൾ സെറ്റ് ആയിട്ട് വന്നപ്പോ മുതല് ഈ കിച്ചൺ തന്നെയാണ്. ബിബി ചേട്ടാ നമ്മളെ പരിപാടി അടിപൊളിയല്ലേ? ഓക്കെ ഓക്കെ. കുറെ ആൾക്കാർ നമ്മള് മുകളിലുണ്ട്, അവരൊക്കെ ഇതിൽ കാണിച്ചു കേട്ടോ. പിന്നെ ഇതിന്റെ പൂളും കാര്യങ്ങളൊക്കെ ഇതിലെ ഈ ഭാഗത്താണ് വരുന്നത്. നല്ല അടിപൊളി റിസോർട്ട് കേട്ടോ. പൂളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റാണ്, നല്ല വൈബാണ്. പൂള് ചാടണഞ്ഞ് ആയിക്കോട്ടെ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് കേട്ടോ. സ്റ്റാമിന കംപ്ലീറ്റ് പോയിക്കണം ഇപ്പോൾ. ഓക്കെ. ഇനിയിപ്പോൾ റൂമിലെ ആൾക്കാർ കുറച്ചുണ്ട്, പിന്നെ ഒക്കെ കുറേ ആൾക്കാർ മുകളിലേക്കും അതിലൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ റൂമിലത്തെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. ഇപ്പം നമ്മളെ മേൽനോട്ടായിട്ടേ ഇപ്പം നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ഫുൾ എൻജോയ്മെന്റ് ആണ്. ഇതുവരെ ഉണ്ടെങ്കിലും ഫുൾ ആക്റ്റീവ് ചെയ്യുന്നു. ഇപ്പം റൂമിൽ റെസ്റ്റ് എടുക്കണം. ഇപ്പം എന്തായി ഭക്ഷണം കഴിക്കാനായില്ലേ? ആയില്ലേ? ഭക്ഷണമൊക്കെ സെറ്റായി കൊണ്ടൊക്കെയുണ്ട്. എങ്ങനെയുണ്ട് പരിപാടി നമ്മളെ സാറല്ലേ? ഇപ്പൊ ഫുള്ള് ഹാപ്പിയാണ്. അപ്പൊ ഇനി പരിപാടികളൊക്കെ ഫുള്ളായിട്ട് നേതൃത്വം കൊടുക്കണേ നമ്മളൊക്കെയാണ്. ഞാൻ ഇതിനിടയിൽ നമ്മളത് പോയതായിരുന്നു. എന്നാലും നമ്മളെ അവനിപ്പോ എന്താ പഠിക്കുന്നത്? ഞാൻ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച നമ്മളെ ബി സി കാർ സ്പോർട്ടിൽ വരും അല്ലേ? അതിന്റെ ഇടയിൽ എങ്ങനെയുണ്ട് നമ്മളെ പരിപാടികളൊക്കെ? അടിപൊളിയാണ്, സാറാണ്, സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മളെ പോളിഷിത്തെ മുദീറാണ് കേട്ടോ. പോളിഷിത്തെ മുദീറാണ് ബാവ. ബാവ നമ്മളിപ്പോ കൂടിയിട്ട് എനിക്കൊണ്ട് ഒരു 1.5 വർഷം, 1 കൊല്ലായി. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് നമ്മള് ഈ 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയല്ലേ? അടിപൊളി. എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഇല്ല ഒന്നും മാറ്റം വരുത്താനൊന്നുമില്ല. അതേപോലെ മുന്നോട്ട് പോയാൽ മതി. വളരെ വളരെ ഹാപ്പിയാണ് ഇവരൊക്കെ. നമ്മൾ ഇതേപോലെ ചേർത്ത് പിടിക്കുന്നവരെ എന്തേലും മാറ്റം വരുത്താണ്ട് പറയണം കേട്ടോ. ഓക്കെ. എല്ലാരും വളരെ വളരെ ഹാപ്പിയാണ്. ഇനി നമുക്ക് ആരെ പരിചയപ്പെടുത്താല്ലേ? പേര് പറഞ്ഞെടുത്താ? മുസ്തഖീം ബായിയാണ്. എവിടെ സ്ഥലം? കൊൽക്കത്ത. ഒരു 1.5 വർഷമായിട്ട് നമ്മളെ പി സി കാർ സ്പോർട്ടിലുണ്ട്. നമ്മളെ സർവീസറായിട്ട്. എങ്ങനെയുണ്ട് ഒരു 1.5 വർഷത്തെ എക്സ്പീരിയൻസ്? അച്ചായേ മലയാളം ഏകദേശം അറിയും, അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അച്ചാത്മീയെ കൊറേ ആളുകൾക്ക് ക്യാമറന്റെ മുന്നിലേ വരാനും വേണ്ടിയിട്ട് കുറെ ആളുകളുണ്ട്. അവരൊക്കെ നമ്മളൊന്ന് പൊക്കും. ബാ 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 ബാ. ആരല്ലേ? ബാ. പേര് പറഞ്ഞെടുത്താ? അശ്വിൻ. നമ്മളെ പി സി കാർ സ്പോർട്ടിൽ എത്രയായി? 1 കൊല്ലായി. എങ്ങനെയുണ്ട് പി സി കാർ സ്പോർട്ടിൽ 1 കൊല്ലം വന്നിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എന്തെങ്കിലും മാറ്റം വരുത്താണ്ടോ നമുക്ക്? ഇനി ഉണ്ടെങ്കിൽ പറയണം, തുറന്നു പറയണം. വളരെ ഹാപ്പിയാണോ ഇതുവരെ പോയത്? നമ്മൾ ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമുക്ക് ഇനിയും ഇതേപോലെ ഇടക്കിടക്ക് പോരാ കേട്ടോ. ഓക്കെ. ബാ. ആരെയും വിടൂല, ഞങ്ങളെല്ലാരും വിടിക്കും. പേര് പറഞ്ഞെടുത്താ? എന്റെ പേര് ഫായിസ്. ഓക്കെ. നമ്മളെ പി സി കാർ സ്പോർട്ടിൽ വന്നിട്ട് എത്രയായി? 1 കൊല്ലമാണുള്ളൂ. എങ്ങനെയുണ്ട് നമ്മളെ പി സി കാർ സ്പോർട്ടിൽ 1 കൊല്ലം വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോകും. മുതലാളി തൊഴിലാളി എന്നുള്ളതിൽ എന്തെങ്കിലും ഞങ്ങളെ ഒരു വേർതിരിവില് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്കേറ്റ് പോകുന്നുണ്ട്. വളരെ ഹാപ്പി അല്ലേ? ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റാണ്. ഓക്കെ. അത് കേട്ടാ മതി. ബാ. പേരെടുത്താ? അക്ഷയ്. പിന്നെ 1 വർഷമായോ? 1 വർഷമായി. എങ്ങനെയുണ്ട് പി സി കാർ സ്പോർട്ടിൽ വന്നിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്താണ്ടോ? ഉണ്ടെങ്കിൽ പറയണ്ടോ? സെറ്റാ? വളരെ വളരെ ഹാപ്പിയാണ്. എല്ലാവരും ഇതേപോലെ മുന്നോട്ട് പോട്ടെ. എന്തെങ്കിലും മാർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാൻ പാടില്ല ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങളോട് പറയണമെങ്കിൽ എന്നോട് പറയണം, ഇങ്ങനെ മാറ്റം വരുത്താണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ വളരെ ഹാപ്പിയാണ് എല്ലാവരും. ഓക്കെ. സെറ്റ്. ഞാൻ ആരെങ്കിലും ഉണ്ടോ പരിചയപ്പെടുത്താം? ഒക്കെ സെറ്റാണ്. ഇപ്പൊ പൂച്ചന്റെ ആളാണ്. ഇപ്പൊ നമ്മളെ സംഘട്ടോ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ. എല്ലാരും വളരെ വളരെ എൻജോയ് ചെയ്തോളി. കൂട്ടാ കേറി ഡാൻസ് കളിക്കാം. വാ ഇങ്ങോട്ട് വാ. ഇപ്പൊ ചിക്കന്റെ വർക്ക്
ഒരു ട്രിപ്പ് കഴിഞ്ഞോ? ഇത് ലാസ്റ്റാണ്. നല്ല ബന്ധോട്ട് കേട്ടോ. തിങ്കളാഴ്ച ആരും വർക്കിന് വരാക്കരുത്, മാറ്റി നോക്കാനൊക്കെയുണ്ട്. നല്ല ബന്ധോട്ടെ. അത്യാവശ്യം നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെ നമ്മൾ എടുത്തില്ല കേട്ടോ. നമ്മളാ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ പക്കയാണ്, അടിപൊളിയാണ്. ആ റൂംസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് ഇതിൽ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മളെ ഒപ്പം റാഷിദ്, നമ്മളൊപ്പം കൂടിയിട്ട് റാഷിദ് എത്ര ആയിട്ടുണ്ട്? 1.5 കൊല്ലമായിട്ടുണ്ട്. 1.5 കൊല്ലമായിട്ട് വർഷാപ്പത്തെ ഏരിയകൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് നമ്മളെ റാഷിദാണ്. ഒരുപാട് കസ്റ്റമർക്ക് നേരിട്ട് പരിചയം ഉണ്ടാവും. റാഷിദ് എങ്ങനെയുണ്ട് നമ്മളെ PC കാർ സ്പോട്ടിൽ 1.5 വർഷമായിട്ട് വന്നിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ? അടിപൊളി, സെറ്റ്, എൻജോയ് ചെയ്യാം. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ ഈ 1.5 വർഷമായിട്ട് എന്റെ എക്സ്പീരിയൻസിൽ? ഇല്ലല്ല, ഒക്കെ സെറ്റ് ആണ്, ഒക്കെ അപ്ഡേറ്റ് ആണ്, ഒക്കെ ക്ലിയർ ആയിട്ട് ആണ്. നമ്മളെ കസ്റ്റമർക്കൊക്കെ അത്രയും കാര്യമുള്ള ഒരാളാട്ടത്. നമുക്ക് കസ്റ്റമറെ പിന്നെ ഇവന്റെ നമ്പർ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കല്, വർക്ക്ഷോപ്പിൽ വർക്ക് എടുക്കുന്ന വണ്ടികളുടെ കൂടുതൽ നമ്പർ കൊടുക്കല് പിന്നെ റാഷിദിന്റെ ആണ്. അവരൊക്കെ വളരെ വളരെ ഹാപ്പിയാണ്, നല്ല അഭിപ്രായമാണ്. ഇതേപോലെ മുന്നോട്ട് പോവാ. കീപ് ടപ്പ്. ഞങ്ങളുടെ ദിവസമാണ്. ഓക്കെ, സെറ്റ്. നമ്മൾ 4 ഫോർച്യൂണറിലാണ് വന്നുള്ളത്. നമ്മളെ PC കാർ സ്പോട്ട് തുടങ്ങിയ അന്ന് മുതലുള്ള ഒരാളാണ് നമ്മളെ കുട്ടട്ടോ. നമ്മളെ PC കാർ സ്പോട്ട് തുടങ്ങിയ അന്ന് മുതൽ നമ്മളെ പെയിന്റിങ്ങിലുള്ള ഒരാളാണ് കുട്ടന്. കുട്ട, നമ്മൾ എത്ര കൊല്ലത്തിന്റെ എക്സ്പീരിയൻസ്, എത്ര വർഷം ഉണ്ട്? ഒരു 3.5 വർഷം 4 വർഷമായിട്ട് നമ്മളെ കൂടല്ലേ? എന്താ നമ്മൾ ഇത്ര വർഷമായിട്ടില്ല? നിന്റെ ഒരു അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? നമ്മളെ മുതലാളി അല്ലെങ്കിൽ പെയിന്റിംഗ് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? ഇത്ര കാട്ടുമില്ല, നല്ലൊരു ഡീലിംഗ് ആണ്. എന്തുകൊണ്ടും സൗദായാലും അതെ അത്രയും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അന്ന് നമ്മോടും നമ്മൾ അവരോടും അത്രയും ചേർത്ത് പിടിച്ച് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ എന്തെങ്കിലും കമ്മി ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. സെറ്റാണ് പരിപാടി വെച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ. നമ്മളെ പ്രത്യേകിച്ച് പറയാനുള്ളതാണ് നമ്മളെ അജ്മല്. നമ്മളെ ചങ്കാണ്, നമ്മളെ അയൽവാസിയാണ്. നമ്മൾ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നമ്മളെ കൂടപ്പുറപ്പായി നമ്മളെ കൂടെയുള്ള ഒരാളാട്ടോ. നമ്മളെ തൊട്ടടുത്ത വീടാണ്. എന്താവശ്യത്തിനും വിളിച്ചാൽ അപ്പം റെഡിയാണ്, എന്തിനും തയ്യാറാണ്. അജ്മൽ എന്ന് പറഞ്ഞാൽ അത്ര കട്ട സപ്പോർട്ടായിട്ട് നമ്മളെ അന്നും ഇന്നും ഒരു മാറ്റമല്ല. നമുക്ക് ഇതേപോലെ മരിച്ചോളം മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് അല്ലേ? എന്താ നമുക്ക് PC കാർ സ്പോർട്ടിനോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? എന്താ പറയാൻ, അടിപൊളിയാണ്, സെറ്റാണ്, വൈബാണ്. നമ്മളെ ചെറുപ്പത്തിലുള്ള കമ്പനി ഉണ്ട്. അന്നൊന്നും ഒരേപോലെ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഇത്രയും കാലത്ത് ഇല്ല, ഒരു മാറ്റം. അന്നൊന്നും നമ്മളെപ്പോ എല്ലാ ആൾക്കാരെ തിരക്ക് കുറച്ച് കൂടി, അതെ, നമുക്ക് കിട്ടണില്ല എന്നുള്ളൊരു പരാതിയുള്ളൂ. തീർച്ചയായിട്ടും അല്ലാത്ത പ്രശ്നങ്ങളൊന്നും. എന്നാലും ഒഴിവ് സമയങ്ങളിൽ കൂടുതലും ഇവരൊപ്പം തന്നെ ആയിരിക്കും ഞാൻ കൂടുതലുള്ളത്. നമ്മളെ മാക്സിമം നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെയല്ലേ ചങ്കാള് നമ്മളെ കൂടെ നമ്മളൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു വിജയം തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം കേട്ടോ. അന്ന് മുതൽ ചെറുപ്പം മുതൽ ഇന്ന് വരെയല്ലേ ഒപ്പം കട്ടക്കുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മളെ ചങ്കായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. അതാണ് നമ്മളെ PC കാർ സ്പോർട്ടിൻ്റെ നമ്മളെ വിജയം കേട്ടോ. ആളെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടാണ്ട് ലാസ്റ്റായിട്ട് നമ്മളെ ക്യാമറാമാനാണ് ഷിഫിന്. എത്രയായി നമ്മളെ? 5-8 മാസമായി. 5-8 മാസത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാല് പിന്നെ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. നമ്മളെ ഓഫീസിൽ ഫുൾ ടൈം നമ്മളെ കൂടെ നമ്മളെ ക്യാമറന്റെ ഇതും പിടിച്ചാണ് നമ്മളെ കൂടെ എപ്പോഴും ഫുൾ ടൈം ഉള്ള ഒരാളാണ്. നമ്മളെ വളരെ വളരെ ഹാപ്പിയാണോ? ഉറപ്പല്ലേ? അതിലിപ്പോ എന്താ സംശയം അല്ലേ വിശേട്ടാ? ഒരു ഞായറാഴ്ച കൂടി വരാൻ തയ്യാറാണ്. അതേപോലെ നമ്മളെ വിഭീഷേട്ടന് നമ്മളെ കൂടെ ഉള്ള 2 ആൾക്കാരാണ് ഫുൾ ടൈം നമ്മളെ ഓഫീസിലെ ആൾക്കാരാണ്. വിഭീഷേട്ടൻ നമ്മളെ വിഭീഷേട്ടൻ എത്രയായി നമ്മളെ വന്നിട്ട്? 1.5 വർഷം. 1.5 വർഷമായി. 1.5 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു നിങ്ങള്. അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരാളെ കിട്ടാനില്ല. അത് വരുന്നവര് നമ്മള് പറയാറുണ്ട്, നമ്മളെ ഭാഗത്തെ ആൾക്കാരെ കിട്ടൂല. ഒരു സെക്കൻഡ് ഹോമാണ്. നമുക്കൊരു പണി എന്നുള്ളൊരു മൈൻഡ് അല്ല, ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് നമ്മള് വരുന്നത്. ആ ഒരു വൈബിലാണ് നമ്മള് പോണത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഒന്നുമില്ല, ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരുന്നില്ല. അപ്പൊ എല്ലാരും വളരെ വളരെ ഹാപ്പിയാണ്. അതന്നെ നമ്മളെ ഇത്രയും കാലത്തൊരു സമ്പാദ്യം കേട്ടോ. എല്ലാരും നമ്മളെ വർക്കേഴ്സ് പറഞ്ഞാൽ അത്രയും ഹാപ്പിയാണ്. സിനാസ് നമ്മളത് വന്നാണ്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് എടുത്ത് നമ്മളൊരു കൂടപ്പറപ്പായിട്ട് അല്ലേ, നമ്മളെ കൂടപ്പറപ്പായിട്ട് സിനാസ് ഫുൾ ടൈം ഉണ്ട്. രണ്ട് സിനാസ് നമ്മളെ ഇപ്പൊ സിനാസ് വന്നിട്ട് എനിക്ക് കൊണ്ടത് നമ്മളെ +2 കഴിഞ്ഞാണ്ട് വരലുണ്ട്. പിന്നെ കഴിഞ്ഞപ്പോ ഫുൾ ടൈം ഉണ്ട്. ഇനിയിപ്പോ അവിടെ ഫ്രീ ഉള്ള ടൈമില് സിനാസ് ഫുൾ ടൈം ആണ് PC കാർ സ്പോർട്ടാണ് ഉള്ളത് അല്ലേ? അതെ, ലീവാണെങ്കിലും PC കാർ സ്പോർട്ടിൽ ഉണ്ടാവും. നമ്മൾ അത്രയും വീട്ടില് ഒരു അംഗാണ്. സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട്
എന്റെ വീട്ടിൽ എന്തിനാട്ടും കൂടുതൽ ഞാൻ പി സി കാസർഗോഡിലാണ് വന്നുള്ളത്. എങ്ങനെയുണ്ട്? വളരെ വളരെ ഹാപ്പി. ഞാൻ വിശേഷം പറഞ്ഞാല് തന്നെ ഇതേവരെ ഒരാളെ കിട്ടാല്ല. നമ്മളെ ചെക്കന്മാരെ കംപ്ലീറ്റ് വളരെ വളരെ ഹാപ്പിയാണ്. അവരിഞ്ഞിപ്പോ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ലീവ് ആണെന്നുണ്ടെങ്കിൽ പി സി കാസർഗോഡിൽ വന്നിരിക്കും അല്ലേ? എന്തിനും തയ്യാറാണ് എപ്പോഴും. ടൈം കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും ഇല്ല കേട്ടോ. നമ്മളെ സ്റ്റാഫുകൾക്കൊന്നും ടൈം കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. എത്ര മണി? 10 മണിയാണെങ്കിൽ 10 മണി, 11 മണിയാണെങ്കിൽ 11 മണി, 2 മണിക്കാണെങ്കിൽ 2 മണിക്കൂർ റെഡിയാണ്. സിനാസിന് ഇവരൊക്കെ എപ്പോൾ വിളിച്ചാലും ഫുള്ള് ആക്റ്റീവായിട്ട് ഫുൾ ടൈം നമ്മളിപ്പോൾ ഉണ്ടാവും. നമ്മളവര് ജോലി എന്നല്ല, ഒരു എൻജോയ്മെന്റ് ആണ് നമ്മളിപ്പോ അല്ലേ? അശ്വാക്കനെയാണ്. നമുക്ക് ഇതേപോലെ മുന്നോട്ട് ഇനിയും ഒരുപാട് കടമകൾ കഴിക്കാണ്ട് ഇൻഷാ അല്ലാ. വളരെ വളരെ ഹാപ്പിയാണ് എല്ലാവരും. അപ്പം സാറാവട്ടെ അല്ലേ?